ഷബാത്ത് ഷലോം. ഷബത്ത് ദിവസം പ്രഭാത സമയത്ത് തന്നെ ഒരു മോർണിംഗ് വോയിസ് മെസ്സേജ് ഞാൻ ഇടൽ കുറവാണ്. അപ്പോൾ ഈ വോയിസ് ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രഭാത സമയത്ത് ദൈവത്തോടൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ആ കാര്യത്തിനെല്ലാം മറുപടി ആയിട്ടല്ല, വേറൊരു കാര്യത്തിനുള്ള മറുപടി ആയിട്ട് എനിക്കൊരു ദർശനം പോലത്തെ സ്വപ്നം ലഭിച്ചു. സ്വപ്നങ്ങൾ പലതുണ്ട്. മാനുഷികമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, വ്യർത്ഥ സ്വപ്നമുണ്ട്, പൈശാചിക സ്വപ്നങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദർശനങ്ങളും ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദർശനമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെ എൻ്റെ ജ്ഞാനം കൊണ്ട് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത്. ഒരു പക്ഷേ എൻ്റെ മനസ്സാക്ഷി എന്നോട് ചോദിച്ചു പോവും, എന്താ ഈ ഒരു കാര്യം നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പാപിയാവില്ല എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന് മുമ്പിലും എൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിലും ഒരു നീതിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്വപ്നത്തിന് എന്ത് ഉദ്ദേശമാണെങ്കിലും ഇത് എല്ലാവരും അറിയിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഈ വോയിസ് ഇടുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ അന്ത്യനാളായി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ ഗ്രൂപ്പുകൾ നമ്മളൊന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അന്ത്യനാളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കണ്ട സ്വപ്നം ഒരു ഉപമയാണ്. ഒരു മോഡൽ എക്സാം കഴിഞ്ഞു. മോഡൽ എക്സാം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നോട് ഇങ്ങനെ വന്ന് ഓരോരുത്തരൊന്ന് പറഞ്ഞു, മോഡൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു. അപ്പോൾ ഞാൻ പാസ്സായോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. മോഡൽ എക്സാമിന് ഫൈനൽ എക്സാം ആയി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നാളെ ഫൈനൽ എക്സാം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഫൈനൽ എക്സാം ആകാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഭയങ്കര കഠിന ഹൃദയം പോലെ ഇരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കൊന്നും അവരുടെ മുഖത്തൊക്കെ ഭയങ്കര ദേഷ്യവും വൈരാഗ്യവും വിദ്വേഷവും വെച്ചിട്ടൊക്കെയാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ കണ്ണിൽ ഒരു പരീക്ഷയ്ക്ക് ഒരു ഒരുക്കമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് പരീക്ഷയ്ക്ക് ഒരുക്കം കൂടുന്നുണ്ട്. എന്നാൽ ഞാനും പരീക്ഷയ്ക്ക് ഒരുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ മാർക്ക് ഓഫ് ദി ബീസ്റ്റ് അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ പരീക്ഷ സമയത്ത്. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അതിന് മാത്രം നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് ഓഫ് ദി ബീസ്റ്റ് എന്ന് അറിയണില്ല പറഞ്ഞിട്ട് എല്ലാവരും കിടന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ എൻ്റെ ഹൃദയം ഇങ്ങനെ കിടന്ന് കത്തുന്നുണ്ട്. അപ്പോൾ സോറി, ഇടയിലൊന്ന് വോയിസ് ബ്രേക്കായി. അപ്പോൾ ഈ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയം കിടന്നത് ഇങ്ങനെ ആ കത്തുന്ന ഒരു ഫീൽ അതെനിക്ക് ഉണർന്നപ്പോഴും ഉണ്ടായി. അത് നിമിത്തമാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഇടുന്നത് എല്ലാവർക്കും. അപ്പോൾ അന്ത്യനാളായി എന്നുള്ളതാണ് ആ സ്വപ്നത്തിൻ്റെ ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ അന്ത്യനാളിന് എല്ലാവരും ഒരുങ്ങിക്കൊള്ളണം. കാരണം ഞാൻ മേലിട്ടുള്ള വചനം, വരുവാനിരിക്കുന്ന പരീക്ഷ കാലത്ത് ദൈവം നമ്മളെ കാക്കേണ്ടതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ഈ സമയം നല്ലോണം പരിശോധിക്കുക. മഹോപദ്രം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ മഹോപദ്രം അടുക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കളായി നിൽക്കുവാനും വചനം പ്രമാണിച്ച് നമ്മുടെ അഴിക്കേണ്ട ബന്ധനങ്ങളെ അഴിക്കുവാനും നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ വോയിസ് തന്നത്. വചനങ്ങൾ നോക്കുക, നമ്മൾ പാപങ്ങൾ ഏറ്റുപറയാനുള്ള മാനസാന്തരമുള്ളത് നമ്മുടെ ചുറ്റുമുള്ളവരടുത്താണെങ്കിലും ദൈവത്തോടാണെങ്കിലും ഏറ്റുപറയാനുള്ളത് ഏറ്റുപറയുക. അതുപോലെ തന്നെ വചനത്തിൽ പരിശോധിക്കുക, നമ്മൾ എന്തെങ്കിലും ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ ചെയ്യാത്തതുണ്ടോ, വചനം പ്രമാണിക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിച്ച് ഒരുങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ വോയിസ് എല്ലാവർക്കും ഇടുന്നത്. ഗുഡ് മോർണിംഗ്.